ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് രാവിലത്തെ വ്ളോഗാണ്. രാവിലത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് വ്ളോഗ് ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായിരുന്നു. ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ വിശേഷമൊക്കെ എന്താണെന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മോർണിംഗിൽ ഇവിടെ വന്നപ്പോൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ മുട്ടല്ല എന്ന് പറഞ്ഞത്, അതായത് എഗ്ഗ്. എനിക്ക് ഡെയിലി ഇത്ര എഗ്ഗ് എന്നുള്ള കണക്കുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് തടി കൂട്ടാൻ നോക്കട്ടോ. അപ്പോൾ ഇവന് ഭ്രാന്താണോ എന്ന് നിങ്ങൾ വിചാരിക്കും. അതായത് നമ്മൾ തടി കൂട്ടി തടി കുറച്ച് ബോഡിയിൽ സെറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ നല്ലോണം വെയിറ്റ് കുറച്ചിട്ട് ഒരുവിധം ആൾക്കാർക്ക് എന്നെ മനസ്സിലാവാതെ ആയ സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. കുറേ പേരിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇത് ന്യൂഫിൽ തന്നെയാണോ എന്ന് ചിന്തിച്ച് നിന്ന് ആൾക്കാരുണ്ട്. കടയിൽ പോയപ്പോൾ മൈമാലിക്കാർക്ക് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ പിടിച്ചോ എന്ന് ചോദിച്ച ടീംസ് ഉണ്ട്. കുറേ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കറക്റ്റ് 6 മാസം പ്രോപ്പർ ഡയറ്റും വർക്കൗട്ടും കൊണ്ട് എൻ്റെ ശരീരത്തിലെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം ഞാൻ മാറ്റി. ഇപ്പോൾ ഉഷാറാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കോഴിമുട്ട കഴിഞ്ഞു എന്നുള്ള ഇത് കേട്ടപ്പോൾ കോഴിമുട്ട വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉമ്മ രാവിലെ വിളിച്ചു പറഞ്ഞിട്ട് കോഴിമുട്ട അല്ലാന്ന് നീക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കണം. ഒരാൾ നോക്കിയൊക്കെ പിരാന്തത്തിൻ്റെ കോലത്തിൽ ഉറക്കത്തിൽ നിന്ന് നീച്ച് വന്നിരിക്കണം. നമുക്ക് ഇന്ന് എവിടേക്ക് പോകാനുള്ളതാണ്? അതിനോട് ഞാൻ നേരത്തെ നീച്ച് കുളിക്കാൻ വേണ്ടി പറഞ്ഞോ ഇല്ലേ? ഉമ്മ അല്ല എന്ന് പറയുന്നത്. ഉമ്മാനെ കൊണ്ടുപോകണം ഗൈസ്. കാരണം ഉമ്മാക്ക് സർപ്രൈസ് ഉണ്ട് അവിടെ. ആരാ സർപ്രൈസ്? ഉമ്മാക്ക് അത്ര ദൂരം ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾക്ക് ഉമ്മാനെ കൊണ്ടുപോകണം. കാരണം ഉമ്മ അല്ലാതെ അവിടെ നടക്കൂല. രണ്ട് കുട്ടികളെ നോക്കാൻ പണിക്കാരത്തിന്. കാരണം ഹോൾസെയിൽ നിന്നാണ് കോഴിമുട്ട വാങ്ങാറുള്ളത്. കാരണം ഇപ്പൊ ഇന്ന് വരുമ്പോ എനിക്ക് ആ ഓർമ്മ ഉണ്ടായില്ല. ചെരുപ്പവിടെ എന്തിനാ വണ്ടിയിൽ തിന്നാനോ? വണ്ടിയിൽ ഇരുന്നിട്ടോ? വണ്ടിയിൽ നിന്ന് തിന്നാ ഞാൻ അയക്കൂല. ഞാൻ പോരാ, ഞാൻ കോഴിമുട്ട വാങ്ങിയരാ. ഇതുണ്ടോ? ഏത് വണ്ടിയിലുള്ളത്? ഇതിലുള്ള സ്കൂട്ടിയിലുള്ളത്? ഇത് പല്ലും കൂടി തേച്ചിട്ടില്ല അല്ലേ? പല്ല് തേച്ചിട്ട് പോവാൻ മതി. മൂട്ടിയൊക്കെ നിൽക്കണ നോക്കിയൊക്കെ പിരാന്തത്തിയുള്ള മാതിരി. രാവിലെ നീച്ചിട്ട് പോകുന്നിടത്ത് എൻ്റെ കൂടെ കടയിൽ എന്ത് ഇതേതാ ഭാഷ? ഇതേതാ ഭാഷ? ഏതാ ഭാഷ? കേറി കുത്തിരിക്കണ അവളൊക്കെ പറ്റായി. ഏത് കടയിൽ ഈ നേരത്തെ ഏത് കട ഉണ്ടാവുക? നമുക്ക് എന്താ വേണ്ടി? മുട്ടായി വേണോ? രാവിലെ തന്നെ മുട്ടായി ഇരുന്നുണ്ട് കേട്ടോ. ചായ പിടിച്ചിട്ട് മുട്ടായി കേട്ടോ. കടയിൽ പോയിട്ട് മുട്ടയൊക്കെ വാങ്ങി പൊട്ടിക്കുവോ? പത്തോനെ മുട്ട പുഴുങ്ങുന്നതിന് പകരം ഓംപ്ലേറ്റ് അടിക്കേണ്ടി വരുമെന്ന് ഉമ്മാക്ക് കൊണ്ടേ കൊടുക്കട്ടോ. ഓൾക്ക് എങ്ങനെ വെച്ചാൽ കടയിൽ പോയി കഴിഞ്ഞാൽ ഉള്ള കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കൊണ്ടുപോകണം. എന്നിട്ട് ഓൾക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ഓട്ടെ മുട്ടാതാ പൊട്ടുവോ? ഇന്നിപ്പോൾ ഓംപ്ലേറ്റ് ഇന്നെ ഇരുന്ന് പുഴുങ്ങാണ്ടാവൂല. വാങ്ങിക്കോ കൊണ്ടേ കൊടുത്ത്. ഇനി എന്നാ വേഗം ഉണ്ടാക്കി പോവാ. അലേഹം ഒന്ന് ഐബുവിനെ ആട്ടി കൊടുക്ക്. എനിക്ക് ഊനാനെ വേണ്ടേ? അങ്ങനെ എൻ്റെ ഫുഡ് ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. രാവിലത്തെ ഓട്സ് ഉണ്ടാക്കുമ്പോൾ കണ്ടമാനം ഓട്സും ഉണ്ടാക്കും. അത് വെച്ചിട്ട് മൊത്തമായിട്ട് ഇറക്കുക. 2 ദിവസത്തെ ഓട്സാണ് അത്. ഇത്രേ വേണ്ടുള്ളൂ എനിക്ക്. ഇതാ തോനെ വരുന്നൊന്നുമില്ല. കുക്കറിന്റെ ഗ്യാസ് അല്ല, കുക്കറിന്റെ എയർ പോകാതെ തുറന്നാൽ മോറൊക്കെ പോകും. അല്ലെങ്കിൽ പല്ലില്ല. നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് ഈ ഓട്സ്. ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി. രാവിലെ 5 മുട്ടയാണ് കഴിക്കാറ്. വൈകുന്നേരത്ത് 4 മുട്ടയും. പിന്നെ അതിന്റെ ഗ്യാപ്പിൽ എവിടെയെങ്കിലൊക്കെ സ്നാക്സ് ഇവർ കഴിക്കാൻ നിർത്തുമ്പോൾ അപ്പോൾ 2 മുട്ടയും. പണ്ടത്തെ വല്യമാര് പറയല്ലേ മുട്ട കുട്ടിക്ക് കൊടുക്കണ്ട കൊഴുപ്പാണ് എന്ന് പറയും. ജിമ്മിന് പോയപ്പോൾ മാസ്റ്റർമാര് പറയുന്നത് മുട്ട തിന്നണം എന്നാലും തടി കുറവുള്ളൂ. മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വെള്ള കേട്ടോ, അതിന്റെ എല്ലാം കൂടുതൽ കഴിക്കലില്ല. ഇപ്പൊ ഞാൻ ഫുള്ള് കഴിക്കലുണ്ട്. ഇപ്പൊ ഒന്നും ഒഴിവാക്കലില്ല. അങ്ങനെ ഇന്ന് നമ്മുടെ അടുപ്പ് കത്തുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതാ ഒരു അടുത്ത നിമിഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഞങ്ങൾക്ക് ഇന്ന് കൊച്ചിയിൽ പോകാണ്ട് ഗൈസ്. കൊച്ചിയിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു
ഓണത്തിൻ്റെ ഒരു പരിപാടിയാണ്. അതായത് ഓണത്തല്ലോ, ഓണ മത്സരമോ, ഓണപ്പൂക്കളോ ഒന്നുമല്ല. അതായത് ഒരു ഇൻ്റർവ്യൂ ആണ്. നമ്മൾ പായസം വെക്കുക, എന്നിട്ട് നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൊച്ചു പരിപാടി. നിങ്ങൾ വെക്ക, നിങ്ങൾ പിന്നെ അതുപോലെ നമ്മൾ മാത്രമല്ല, പിന്നെ ആരാള് സർപ്രൈസ് ആയിട്ട് ആരാള് ഗൈസ് ഇന്ന് ചക്കര ആൻഡ് ഫാമിലിയും കൂടി വരുന്നുണ്ട് കൊച്ചിയിലോട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് കൊച്ചിയിൽ നമ്മൾ 2 ഫാമിലി ഉണ്ടാവും അവിടെ. പിന്നെ പോരാത്തതിന് നമ്മൾ മാത്രമല്ല വേറെയും ഫാമിലീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന് പോയി. നമുക്ക് ഇന്നാണ് ഡേറ്റ് കിട്ടിയത്. ശരിക്കും നമുക്ക് ഇന്നലെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. ഇന്നലെ എന്താക്കി, ഇനിയിപ്പോൾ ഏതായാലും ചക്കരയും ഇജാസൊക്കെ വരികയല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഒന്നും കൂടി കണ്ടോട്ടെ എന്നുള്ള ഗ്യാപ്പുമായി ഉമ്മാക്ക് അല്ലേ. പിന്നെ കൊച്ചിയിൽ വരുമ്പോൾ എല്ലാവർക്കും അവിടെ കൊച്ചിയിലൊക്കെ കയറി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങി. കൊച്ചി മറൈൻ ഡ്രൈവ് പോയിക്കോ നിങ്ങള്? എവിടെ എന്ന്? കൊച്ചി മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോയി, ലുലു മാളിലൊക്കെ ഒന്ന് കയറി ഒന്ന് കറങ്ങി അടിച്ച് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി കൊച്ചി പോക്കാണ്. യാത്ര നിങ്ങൾ പേടിക്കണ്ട, നല്ല സുഖമായിരിക്കും യാത്ര. കാരണം നല്ല റോഡാണ്, നല്ല ബ്ലോക്കും ഉണ്ടാവും. ട്രെയിന് എറണാകുളത്ത് നല്ല പോലെ. ആ ചക്കര എവിടെ അതിനെടുത്ത വഴിക്ക് മൂത്രം കഴിച്ചിട്ട് അപ്പിയൊക്കെ ഇട്ടെടുക്കുക. ഇങ്ങനെ ഉണ്ടാവുമോ മക്കള്? കുട്ടികൾ തൂറുപാത്തൂല്ലേ? അയച്ചിട്ട് മേത്ത് കൂടെ അപ്പില. എന്താ മക്കളെ, കുട്ടികളുണ്ടായപ്പോ അപ്പി കഴുകുക, മൂക്ക് ചളി കഴുകുക. കുട്ടികളും പെങ്ങന്മാരെ കുട്ടികളെ മൂക്കണ്ട ചോറവിടെ വെച്ച് പോണ ആള് ആര്? അവരാർക്കും ഉണ്ടാകണം പറയുന്ന കട്ടിക്കുറ്റല്ല. എന്ത് അവരാർക്കും ഉണ്ടാകണം പറയുന്ന കുറ്റല്ലാന്ന്. അങ്ങനത്തെ ചോപ്പില് കുണ്ടി കക്കുടും, കുളിപ്പിച്ചു കൊടുക്കണു, മൂക്ക് പിച്ചിടും. മറ്റേ പെങ്ങന്മാരെ കുട്ടികൾ വന്ന് ചോറിന്റെ മുമ്പിൽ ഇരുന്ന മൂക്കറ്റൊക്കെ ഇട്ട് കഴിക്കുന്ന മൂക്ക് ഒറ്റ പോക്ക. ഇന്നലെ ഇവള് ഓൺലൈനിൽ ഒരു റേഡിയോ വാങ്ങിക്കണേ. അത് എന്നിട്ട് നന്നങ്ങാടി കെട്ടാൻ വേണ്ടിട്ട് കട്ടിന്റെ മുകളിൽ കയറ്റി വെച്ചെടുക്കുക, അതിന്റെ തലക്കാണ് ഇട്ടെടുക്കുക. എനിക്ക് ഇപ്പോഴും എന്റെ തലവേന മാറിയിട്ടില്ല. ആ ചെക്കന്റെ മണ്ടൊക്കെ അതുകൊണ്ട് കൊടുത്തിട്ട് പാട്ട് വെച്ച് കൊടുത്ത. എന്നിട്ട് അബ്ബ എന്ന് പറഞ്ഞാൽ അതുവരെ എന്നെ തല്ലിയിടുന്ന ആള് ഭയങ്കര സ്നേഹം. ഓൾക്കറിയാം എനിക്ക് നല്ല വേദനിച്ചിരിക്കുന്നത്. എവിടെ തല മിഞ്ഞ് ജിമ്മിന് പോയപ്പോ രണ്ടായിട്ടാ കാണുന്നില്ല. ഇപ്പൊ എവിടെ നീ വെള്ളക്കുപ്പി കിട്ടിയത്? ഇപ്പൊ ഗൈസ് ഈ പെരയില് എന്ത് വാങ്ങുകയാണെങ്കിലും 2 എണ്ണം വാങ്ങണം. അതായത് ഇത് അലന്റെ കുപ്പിയും ഇത് അലേന്റെ കുപ്പി. അതായത് അലേഹക്ക് എന്തെങ്കിലും കിട്ടിയാൽ കൂടെ അലന് വേണം, അല്ലെങ്കിൽ അലന്റെ സാധനം അലേഹ വാങ്ങും. അപ്പൊ പിന്നെ ഒക്കെ 2 എണ്ണം വാങ്ങലാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ ഓൾക്ക് വാങ്ങി തരില്ല, പക്ഷെ ഓൾക്ക് അത് വാശിക്ക് ഓളത് വാങ്ങാം. ഗായ്സ് അങ്ങനെ നമ്മുടെ ഡ്രസ്സ് മാറ്റൽ കഴിഞ്ഞു. അയ്യൊക്കെ നോക്കി കയ്യൊക്കെ മടക്കിയിട്ടുള്ള നല്ല കിഡോപ്പിയിലെ ഡ്രസ്സ് ഇട്ടിട്ടാണ് അയ്യോ നിൽക്കുന്നത്. കണ്ടോ, അടിപൊളിയായില്ലേ? 9 മാസമായ കുട്ടിക്ക് കൈ മടക്കി കുപ്പായിട്ടിട്ട് ട്രെൻഡായിട്ടാണ് ഗൈസ് നിൽക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഒരുങ്ങി സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അലേഖനയും കൂടി കാണിച്ചു തരാം. ഡ്രസ്സ് എവിടെ? ചെരുപ്പ് എവിടെ? സിനു ഈ ഒരു കോസ്റ്റ്യൂമിലാണ്. ഞാൻ എന്താ ഡ്രസ്സ് ഇട്ട് നോക്കുക മാച്ചാവാൻ വേണ്ടിട്ട്. അലേഹന്റെ ഡ്രസ് നോക്കട്ടെ. ഇതിന്റെ അടുത്ത കിടോപ്പി നോക്കട്ടെ, കിടോപ്പി നോക്കട്ടെ, നോക്കട്ടെ. ഇങ്ങോട്ട് തിരി. രസല്ലേ ഗൈസ്? നല്ല രസല്ലേ? രസല്ലേ? അടിപൊളിയല്ലേ? നോക്കട്ടെ. ഇതിന്റെ മുടി ഒന്ന് കെട്ടിയിട്ട് ഇതിന്റെ കണ്ണാനെ അവിടെ എന്താ ലിപ്സ്റ്റിക്കോ ഒരു സാധനം ഉപയോഗിച്ചോലുണ്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റിന്റെ മണം വേണമെന്ന് പറഞ്ഞിട്ട് തേച്ച് തരിക. ഈ കോളറിന്റെ 2 സൈഡിൽ തേച്ചാൽ മതി. അവൾക്ക് തേച്ച് കൊടുക്കേ. അബുവിന്റെ കോളറിൽ തേച്ച് കൊടുക്ക്. ഒക്കീനും തേച്ച് കൊടുക്ക്. മലാളെ നിന്നെ ഓർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത്
ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു, ഓ മലാളെ നിന്നെ ഓർത്ത്. പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി, പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി. കണ്ടതില്ല നിന്നെയല്ലാതൊന്നുമീ പ്രപഞ്ചത്തിൽ, ഒന്നുമീ പ്രപഞ്ചത്തിൽ. ഗൈസ്, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പാട്ട് പാടും. ഞാൻ ഇപ്പോൾ പാട്ട് പാടാനൊന്നും പോക്കില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ മൂളിപ്പാട്ട് പാടിയില്ലെങ്കിൽ പണ്ടത്തെ ആ പാട്ടിൻ്റെ ടച്ചൊക്കെ ഇപ്പോൾ വിടും. ഓക്കെ, അപ്പം എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉമ്മ ലൈറ്റുകളൊക്കെ നിർത്തിയോ? എല്ലാ വാതിലും അടച്ചില്ലേ? ഇവളുടെ ഒരു മേക്കപ്പ് കഴിയാനാണ് പണി. കഴിഞ്ഞില്ല, ഞാൻ അവിടെ എത്തുമ്പോൾ ഇവിടെ ബാക്കി അലേൻ്റെ കൂടി ഇട്ടോ. അലേഹ, അലേഹക്ക് സ്റ്റാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് മക്കളെ എൻ്റെ കുട്ടി എന്നാ കേൾക്കണം. നോക്കട്ടെ, ഇങ്ങനെ കാട്ടി യോ കാട്ടി, യോ കാട്ടി. ഇതൊക്കെ അവിടെ എത്തോളം ഉണ്ടാവോ? ഇതൊക്കെ മതി. ബാക്കി കാർന്ന് കെട്ടാ. നീ എവിടെ എത്തണം? കൊച്ചി എത്തണം. നീ എന്റെ കഴിഞ്ഞു തന്നെ പോണ്ടേ? കൊച്ചിക്ക് എത്തണം. നിങ്ങള് തമാശകളില്ലതേ. സന്തോഷാണ് കാണുന്നത്. ഇതെന്താ കിളിങ്ങള് ആകെ വലിയ ആരടുത്തത്? അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു 4 മണിക്കൂറോളം നമുക്ക് കൊച്ചിയിലേക്ക് യാത്ര ഉണ്ട്. ആദ്യം നമ്മുടെ ഷോ ആണ്. നമ്മുടെ ഷോ കഴിഞ്ഞിട്ടാണ് നിജാസ് ആൻഡ് ഫാമിലിന്റെ ഷോ. നിജാസും ഉമ്മയും ഉപ്പയും ചക്കരയും കുട്ടിയൊക്കെ വരുന്നുണ്ടെന്ന് തന്നെ. ഓലെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓലെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 12:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. ഓൾക്ക് 2 മണിക്കാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ടാണ് ഓലെ ഷോ ഉണ്ടാവുക. എന്നാലും നമ്മുടെ ഷോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഒരുക്കങ്ങളും പോക്കൊക്കെ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ കാറൊന്നും കാണാം. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും ഹായ് പറയാം. ബൈ 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 ബൈ.